പ്രേക്ഷകരൊക്കെ ഉറങ്ങാൻ പോവാന്ന് പറയുന്നു. ആരും ഉറങ്ങാൻ പാടില്ല. അതെ, ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കമില്ല, നേരെ പോകേണ്ടത് വത്തിക്കാനിലെ ക്രിസ്മസ് ആഘോഷങ്ങളെ കുറിച്ച് അറിയാനാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ആ വത്തിക്കാൻ ആണെന്നാണ്. പക്ഷെ ആ വത്തിക്കാനല്ല, ഇത് കോട്ടയം സൗത്ത് പാമ്പാടിയിലാണ് ഈ വത്തിക്കാൻ. തോടും കൃഷിസ്ഥലവും എല്ലാം അലങ്കരിച്ച് മനോഹരമായ ഒരു കാർണിവൽ സംഘടിപ്പിച്ചാണ് ഇവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷം. പേര് പോലെ തന്നെ വ്യത്യസ്തമാണ് വത്തിക്കാൻ എന്ന ഗ്രാമത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ. നാട്ടുകാർ ഒന്നിച്ചു ചേർന്ന് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ വർണ്ണനകൾക്കും അതീതമായി ഇവിടുത്തെ കാഴ്ചകൾ. എല്ലാവരും ഈ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ ഓരോരുത്തരും ഇതിൻ്റെ സംഘാടകർക്ക് നൽകുന്ന ചെറിയ സംഭാവനകൾ കൊണ്ട് മാത്രമാണ് പരിപാടികൾ ഇങ്ങനെ സംഘടിപ്പിച്ചു വരുന്നത് എല്ലാ വർഷവും. സ്കൂട്ടറിൽ വരുന്ന ക്രിസ്മസ് പാപ്പ, ട്രെയിനിൽ വരുന്ന ക്രിസ്മസ് പാപ്പ, അങ്ങനെ ഒരുപിടി ക്രിസ്മസ് പാപ്പാമാരും ഇവിടെ ഒരുങ്ങിയിരിപ്പുണ്ട്. എടുത്തു പറയേണ്ടത് 10 അടി വലുപ്പമുള്ള ഇവിടുത്തെ ക്രിസ്മസ് പുൽക്കൂടിനെ കുറിച്ച് തന്നെയാണ്. ഇതെല്ലാം നിർമ്മിച്ചത് 1 രൂപ പോലും പണം വാങ്ങാതെ ഇവിടെയുള്ള നാട്ടുകാർ തന്നെയാണ്. ഇവിടെ ക്രിസ്മസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങളുടെയും, അത് പ്രത്യേകിച്ച് ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാ വിഭാഗം ആളുകളും ചേർന്നുള്ള കൂട്ടായ ഒരു ശ്രമമാണ് ഈ നാടിന്റെ ആഘോഷം. ഈ നാട്ടിലെ ആളുകൾ മാത്രമല്ല, സമീപത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും ക്രിസ്മസ് ആഘോഷിക്കാൻ ഇവിടേക്ക് നിരവധി പേരെത്താറുണ്ട്. ഇവിടെ എത്തി കരോൾ ഗാനങ്ങൾ പാടി അവർ ക്രിസ്മസ് രാവ് ആഘോഷമാക്കുകയാണ്. വളരെ നന്നായിരിക്കുന്നു. എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഈ വത്തിക്കാൻ സിറ്റിയിലുള്ള ഈ കാർണിവൽ അഥവാ ഈ ദേശത്തിൻ്റെ ഒരു അനുഗ്രഹവും നന്മയുമായി ഞങ്ങളെല്ലാം കാണുകയാണ്. കറുകച്ചാൽ സെന്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഈ ശുശ്രൂഷയ്ക്ക് നേരുകയും ചെയ്യുന്നു. കാടുകയറി കിടന്ന ഈ വത്തിക്കാൻ തോടും ഈ പരിസരവുമെല്ലാം വൃത്തിയാക്കിയാണ് ക്രിസ്മസ് ഗ്രാമം ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ സമീപത്തുള്ള കൃഷിയിടങ്ങളും ഈ ഗ്രാമത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടെയുള്ള കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇപ്പം 2000 തൊട്ട് ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ് ഇയറിലാണ് പരിപാടി നടക്കുന്നത്. കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഇതിൻ്റെ സംഘാടകം എന്ന് പറഞ്ഞാൽ അതിലുള്ള ആൾക്കാർ മാത്രമല്ല, ഈ ദേശത്തെ നാനാജാതി മതസ്ഥരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സംരംഭം. മില്ലിനിസ്റ്റാർ കഴിഞ്ഞ് ഞങ്ങളൊരു ക്രിസ്മസ് ഫാദറിനെ ഉയർത്തി, അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഈ തോട്ടിലെ സംരംഭത്തെ പറ്റി. കാരണം ഇതുപോലെ പ്രകൃതി രമണീയമായ തോട് ഇവിടെ കിടക്കുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഗ്രാമീണ ടൂറിസം ആ രീതിയിലാണ്. പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചു, അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു വന്ന ഒരു സംരംഭമാണിത്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ലതാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പരിപാടികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്കൂട്ടറിലിരിക്കുന്ന ക്രിസ്മസ് പാപ്പയാണ്. 2 വർഷം കൂടിയിട്ടാണ് ഇപ്രാവശ്യം വന്നത്. അതെ, അടിപൊളിയാണ്. ഒരു ഗ്രാമം മുഴുവൻ സന്തോഷിക്കുകയാണ് ഈ ക്രിസ്മസ് രാവിൽ. അതാണ് വത്തിക്കാൻ എന്ന ഈ ഗ്രാമത്തിലെ ക്രിസ്മസ് ആഘോഷം. വരും വർഷങ്ങളിൽ ഇതിലും വിപുലമായ രീതിയിൽ കാർണിവൽ നടത്താൻ തന്നെയാണ് ഇവിടെയുള്ളവരുടെ തീരുമാനം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.